പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ട്. എന്താണ് ഉദ്ദേശം എന്ന് നമുക്ക് നോക്കാം. അത് ആമി ആമി ഗോപാലിന്റെ ഭാര്യ ആമി. എന്താ ഉദ്ദേശം? എന്താ പൊങ്കാല ഇടണം, പോണം. അല്ല, ഈ ഗോപാലിന് നല്ല ബുദ്ധി വരുത്തണേ എന്നുള്ളതാണോ? നന്നാവട്ടെ എന്ന് വെച്ചിട്ടാണ്. ഇതുവരെ നല്ല ബുദ്ധി വരാതാണ് കല്യാണം കഴിച്ചത്. പാവം, നല്ല ബുദ്ധി വന്നോണ്ടാണല്ലോ എന്നെ കിട്ടിയത്. അമ്മ ആദ്യമായിട്ടാണോ വരുന്നത്? അല്ലല്ലോ, കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ ഉണ്ടായില്ല, വന്നില്ല. കഴിഞ്ഞ എല്ലാം തയ്യാറായി, അപ്പോഴേക്കും ഒരു പേലയൊക്കെ വന്ന് സംഭവം മുടങ്ങിപ്പോൾ. ഇത് ആമിയുടെ അമ്മയാണ്. എല്ലാവരും ഫാമിലി എല്ലാം ഉണ്ടല്ലേ? അച്ഛവിടെ അമ്പലത്തിൽ പോയി, ഞങ്ങൾ രണ്ടുപേരും. എന്ത് പ്രാർത്ഥന? മോളുടെ ഭർത്താവ് നന്നായിരിക്കണേ എന്നുള്ളതാണ്. അത് നല്ലതാണല്ലോ. അതെ ജിൽസി, ആമി, അവൻ ഗോപാൽ, ഇതാണ് നമ്മുടെ ചെറുക്കൻ. ഞാനൊരു കാര്യം കൂടി ഇടപെട്ട് ചോദിച്ചു കൊള്ളട്ടെ. കാരണം നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ കണ്ടത് ഗോപാലിന്റെ അമ്മ എല്ലാ തവണയും വന്ന് പൊങ്കാലയിട്ട് മകന് നല്ല ബുദ്ധി കൊടുക്കണേ എന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ ഇപ്പോൾ ഭാര്യയുടെ അമ്മയും കൂടെ എത്തേണ്ട സ്ഥിതിയിലായിരിക്കുന്നു. എന്നിട്ടും അവരുടെ ആഗ്രഹം മാത്രം സാധിക്കുന്നില്ലേ? ഇല്ല, എന്ത് ചെയ്യാൻ പറ്റും ജിൽസി? നമ്മൾ ഓരോ മനുഷ്യന്മാർക്കും ഓരോരോ പ്രാർത്ഥനകളാണ്. അമ്മ കഴിഞ്ഞ തവണയും കഴിഞ്ഞിട്ട് അങ്ങേ തവണ ഇത്തവണയുണ്ട്. അമ്മയുടെ നാട്ടിൽ നിന്നുള്ള കുറേ ആൾക്കാർ കൂടി എല്ലാവരോടും ഒരുമിച്ചായിട്ട് തമ്പാനൂർ കുറച്ചപ്പുറത്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റാഞ്ഞത്. ഇവർ ഫാമിലിയായിട്ട് ഇവിടെ അവിടുന്ന് വന്ന കുറേ ആൾക്കാർ, മറ്റവർ അവിടുന്ന് നാട്ടിൽ നിന്ന് വന്ന കുറച്ച് ആൾക്കാർ, അങ്ങനെ പ്രാർത്ഥനകളെല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം മാത്രം നടക്കുന്നില്ല ജിൽസി, ആറ്റുകാലമ്മ കനിയുന്നില്ല ഇവൻ്റെ കാര്യത്തിൽ. ഞാനിവന് മൈക്ക് കൈമാറാണ്. കേൾക്കത്തില്ല, ഓടി. ഗോപാലിന് ഇന്നത്തേക്ക് ആവശ്യമുള്ളത് കിട്ടിക്കാണുമല്ലോ അല്ലേ? അപ്പോൾ ഗോപാൽ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ എനിക്കറിയാം സേഫ് എവിടെന്നെങ്കിലും ഗോപാലിന്റെ ഫാമിലിയെ കണ്ടുപിടിച്ച് കൊണ്ടുവരും എന്നുള്ളത്.